അൻവർ ചെല്ലുന്ന എല്ലായിടത്തും അൻവറിന് സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ചായക്കടയിൽ ചെന്നാൽ അവിടുത്തെ ആളുകളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്, അവിടുത്തെ ആളുകളോട് പേരെടുത്ത് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്, എല്ലാവരുമായിട്ടൊരു സൗഹൃദമുണ്ട്. നമ്മൾ ഈ മാധ്യമങ്ങളിൽ കാണുന്നതിന് പുറത്ത് ഒരു ജനകീയമായ ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 9 വർഷത്തെ MLA ആയിരുന്ന കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത ബന്ധമാണത്. ആ ബന്ധം എന്ന് പറയുന്നത് ഒരു ഇടപെടുന്ന MLA-യുടെ ബന്ധമാണ്. അപ്പോൾ അത് വോട്ടാകൂ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എത്രത്തോളം പൊളിറ്റിക്കലാണ് എന്നുള്ളതനുസരിച്ചാണല്ലോ ഈ മണ്ഡലത്തിലെ ആളുകൾ എത്രത്തോളം പൊളിറ്റിക്കലാണ്. വ്യക്തിപരമായി കഴിഞ്ഞ തവണ അൻവർ വിജയിച്ചു വരുമ്പോൾ 2 ഘടകങ്ങളാണ് വർക്കാവുന്നത്. ഒന്ന്, അൻവറിന്റെ വ്യക്തിപരമായ സ്വാധീനം, വ്യക്തിപരമായ ആളുകൾ, അൻവറിനോടുള്ള ആളുകളുടെ സ്വീകാര്യത. 2, CPM-ന്റെ സംഘടനാശേഷി. ഈ സംഘടനാശേഷി കൂടി ചേർന്നതുകൊണ്ടാണ് അത് പ്രവർത്തിച്ചത്. ഇത്തവണ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ സ്വരാജാണ് വരുന്നത്. ഇപ്പോൾ അൻവർ അന്ന് വന്നതുപോലെ തന്നെ അതായത് ഈ സംഘടനാശേഷിക്ക് അപ്പുറത്തുള്ള ഒരു സ്വീകാര്യതയുള്ള നേതാവാണ് എന്ത് വന്നാലും സ്വരാജ്. അതും CPM-ന്റെ സംഘടനാശേഷിയും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഇത് ഒരു കാര്യം അൻവർ പറഞ്ഞത് 75,000 വോട്ട് എനിക്ക് കിട്ടുമെന്ന്. 75,000 വോട്ട്. അപ്പോൾ 75,000 വോട്ട് കിട്ടണമെങ്കിൽ കഴിഞ്ഞ തവണ 81,277 വോട്ടുകളാണ് അൻവറിന് കിട്ടിയത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻവറിന് 75,000 കിട്ടുമെങ്കിൽ പിന്നെ CPM-ന്റെ 6,000 ചില്ലുവാനോ 7,000 വോട്ടേ ഉള്ളൂ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. 20,000 മൂപ്പർ പറയുമ്പോൾ 40,000 ആ 35,000 കിട്ടുമെങ്കിൽ 25,000 കോൺഗ്രസിന്റെ പിടിക്കണം സ്വരാജ്. അങ്ങനെ നടക്കില്ല. അപ്പൊ അദ്ദേഹം അതങ്ങ് പറയുന്നതേ ഉള്ളൂ. അതിപ്പോ പിന്നെ സ്വാഭാവികമായി മാധ്യമങ്ങളോട് പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞു വെക്കുന്നത് ആ സ്വീകാര്യത അടിത്തറ എന്നുള്ളത് ഈ 2 പാർട്ടികൾക്കും ഇവിടെ ശക്തമായ അടിത്തറ ഉണ്ട്, അല്ലെങ്കിൽ 2 മുന്നണികൾക്കും ഉണ്ട്. അതിനപ്പുറത്ത് ഈ സംഘടനാശേഷിക്ക് അപ്പുറത്തുള്ള സ്വീകാര്യത കൂടി വരുമ്പോൾ അത് ആ സ്ഥാനാർത്ഥിക്ക് ഗുണകരമാവും. അൻവർ ഫാക്ടർ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് 20,000 വോട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് 20,000 വോട്ട് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ LDF ജയിക്കും.